പ്രകൃതി ദുരന്തങ്ങൾ മൃഗങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നൊരു ചൊല്ലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വൻ ദുരന്തം വിതച്ച സുനാമിക്ക് മുൻപേ മൃഗങ്ങളിലുണ്ടായ അസ്വാഭാവിക പെരുമാറ്റങ്ങൾ സംഭവിച്ച റിപ്പോർട്ടുകൾ ഏറെയുണ്ട്. ഇപ്പോൾ കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. വീട്ടിൽ വളർത്തിയ ഒരു തത്ത കാരണം വയനാട് മണ്ണിടിച്ചിൽ നിന്ന് രക്ഷപ്പെട്ടത് 3 കുടുംബങ്ങളുടെ ജീവനാണ്. മുണ്ടക്കൈ കിഴക്കേ പറമ്പിൽ വിനോദ് വളർത്തിയിരുന്ന കിങ്ങിണി എന്ന തത്തയാണ് ദുരന്തത്തിന് മുൻപേ അസ്വാഭാവികമായി പെരുമാറിയതും 3 കുടുംബങ്ങളുടെ ജീവൻ രക്ഷിച്ചതും. വയനാട് മണ്ണിടിച്ചിൽ സംഭവിക്കുന്നതിന് മുന്നേ കിങ്ങിണി എന്ന തത്തയുടെ അസ്വാഭാവിക പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിനോദ് ഇക്കാര്യം തന്റെ കൂട്ടുകാരെ വിളിച്ചറിയിച്ചത്. ഉരുൾപൊട്ടലിന് മുൻപേ തത്തയുടെ കരച്ചിൽ കേട്ടാണ് വിനോദ് എഴുന്നേറ്റത്. അപ്പോഴേക്കും തത്തയുടെ തൂവലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കരയുന്നത് കൂട് തുറന്നു വിടാനാണോ എന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് തന്റെ സുഹൃത്തായ ജിജിയെ വിളിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. വിനോദേട്ടാ, സൗണ്ടിൽ എന്തോ വ്യത്യാസമുണ്ടെന്നും ഡോർ ഒന്ന് തുറന്നു നോക്കട്ടെ എന്നും ജിജി പറയുന്നു. ഡോർ തുറന്നപ്പോഴേക്കും വെള്ളം വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. തത്തയുടെ കരച്ചിൽ കൊണ്ട് മാത്രം ജിജിയുടെ പ്രായമായ അമ്മയടക്കം കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടുവെന്നും ബാങ്ക് ജീവനക്കാരനായ പ്രശാന്തിനെയും താനാണ് വിളിച്ചുണർത്തിയതെന്നും വിനോദ് മാധ്യമങ്ങളോട് പറഞ്ഞു. വിനോദിന്റെ മക്കളാണ് കിങ്ങിണി തത്തയെ പരിപാലിച്ചുകൊണ്ടിരുന്നത്. ഉരുൾപൊട്ടലിൽ വിനോദിന് വീട് നഷ്ടമായെങ്കിലും കിങ്ങിണി നൽകിയ മുന്നറിയിപ്പിനാൽ തന്റെ അടക്കം 3 കുടുംബങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താനായതിൽ വിനോദിന് അതിയായ സന്തോഷമുണ്ട്. വിനോദിനും കുടുംബത്തിനും ഒപ്പം ഇപ്പോൾ കിങ്ങിണി തത്തയും സുരക്ഷിതയാണ്. ദുരന്തഭൂമിയിൽ സുജാത എന്ന വയോധികയ്ക്കും കൊച്ചുമകൾക്കും രാത്രി കാവൽ നിന്ന കൊമ്പന്മാരുടെ വാർത്തയും ഏറെ ശ്രദ്ധേയമായിരുന്നു. കനത്ത മഴയിൽ കൊച്ചുമകളുടെ കൈയും പിടിച്ച് ജീവനും കൊണ്ട് സുജാത എന്ന വൃദ്ധ എത്തിച്ചേർന്നതാകട്ടെ 3 കൊമ്പന്മാരുടെ മുന്നിൽ. പേടിച്ച് സ്തബ്ധിച്ചു പോയ സുജാത ധൈര്യം സംഭരിച്ച് കൊമ്പന്മാരോട് പറഞ്ഞു, വലിയ ദുരന്തത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ എന്നെയും കുട്ടിയെയും ഒന്നും ചെയ്തേക്കല്ലേ. പേടിയാണ്, വെളിച്ചമില്ല, ചുറ്റിലും വെള്ളമാണ്. എങ്ങനെയോ നീന്തി കയറി എത്തിയതാണ്. നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ കൊമ്പന്റെ കണ്ണിൽ നിന്നും കണ്ണീർ വാർന്നുവെന്നും കൊമ്പന്റെ കാൽച്ചുവട്ടിൽ താനും കൊച്ചുമകളും ഇരുന്നുവെന്നും സുജാത പറയുന്നു. അതേസമയം ദുരന്തഭൂമിയിൽ മൺമറഞ്ഞ പ്രിയപ്പെട്ടവരെ തേടുന്ന വളർത്തു മൃഗങ്ങളുടെ കാഴ്ചകളും നമുക്ക് മുന്നിൽ നൊമ്പരമാണ്. ദുരന്തമുഖത്തെ സജീവ സാന്നിധ്യമായിരുന്നു ലിയോ എന്ന നായ. ഇത്ര കാലം തന്നെ വളർത്തിയ പ്രിയപ്പെട്ടവരെ തിരയുകയായിരുന്നു ആ മിണ്ടാപ്രാണി. ഒടുവിൽ 6ാം നാൾ അവന്റെ തെരച്ചിൽ ലക്ഷ്യം കണ്ടു. ദുരന്തത്തിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ആദ്യമായി ചൂരൽമലയിലേക്ക് വന്ന തന്റെ പ്രിയപ്പെട്ടവരെ ലിയോ അകലെ കണ്ടു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അവർക്കരികിലേക്ക് അവൻ കുതിച്ചെത്തി. അട്ടമലയിൽ താമസിക്കുന്ന ഉമാ ബാലകൃഷ്ണനും കുടുംബവും ദുരന്തമുണ്ടായ രാത്രിയിൽ ഓടി രക്ഷപ്പെട്ടതാണ്. കോരിച്ചൊരിയുന്ന മഴയത്ത് കൂരിരുട്ടത്തേക്ക് ഇറങ്ങുമ്പോൾ ലിയോയെ അവർ ഉപേക്ഷിച്ചില്ല. ചേർത്ത് പിടിച്ച് ചൂരൽമല വരെ ഓടി വാഹനത്തിൽ കയറാൻ നേരം അവനെ ടൗണിൽ ഇറക്കി വിടേണ്ടി വരികയായിരുന്നു. മണ്ണിനടിയിലെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് മായയും മർഫിയും വാർത്തകളിലെ താരമായിരുന്നു. 15 അടി വരെ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ശരീരങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യ ദ്രവീകരണത്തിന്റെ ഗന്ധം ഗ്രഹിക്കാൻ പ്രത്യേക പരിശീലനം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ദുരന്തമുഖത്ത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അഗാധമായ ആത്മബന്ധത്തിന്റെ കഥ കൂടി പറഞ്ഞു തരുന്നുണ്ട് ഇവർ നമുക്ക്.